തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്മുടെ എക്സാമിന് ഫൈനൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യതയായിട്ടുള്ള കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് മിസ് എടുത്തിട്ട് വന്നിട്ടുള്ളത്. അപ്പം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ, അവരോടൊക്കെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞോ. ഇതിലെ പല ക്വസ്റ്റ്യൻസും നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യതയായിട്ടാണ്. അപ്പം മിസ് സമയം കളയുന്നില്ല, ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ദേ പിടിച്ചോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേറെ ഒന്നുമല്ല, two systems in thermal equilibrium with a third system are in thermal equilibrium with each other, identify the law given in the statement എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്കറിയാം രണ്ട് സിസ്റ്റം സെപ്പറേറ്റ്ലി thermal equilibrium with വേറെ ഒന്നാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ thermal equilibriumത്തിലായിരിക്കും. ഇത് നമ്മൾ ഏതിലാണ് പഠിച്ചിട്ടുള്ളത്? നമ്മുടെ 0th law of thermodynamics ആണ്. സോ ആദ്യം തന്നെ അവിടെ എന്ത് എഴുതി വെക്കാം? 0th law എന്ന് എഴുതി വെച്ചാൽ നമുക്ക് അവിടെ അതിൻ്റെ മാർക്ക് കിട്ടി. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ലോനെ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ല, ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് എന്തൊക്കെയായിട്ടാണ് മാറുന്നത്? ഇന്റേണൽ എനർജി ചേഞ്ചിനും വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആയിട്ടും അതിന്റെ ഇക്വേഷനും കൂടെ എഴുതി കൊടുക്കാം. അപ്പൊ എങ്ങനെ നമ്മൾ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോ, മിസ് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ദേ പറഞ്ഞു തരാം. The heat energy supplied to the system goes in partially to increase the internal energy and the rest as work done by the system. എന്നിട്ട് എന്ത് എഴുതണം? ഇതിന്റെ ഇക്വേഷൻ എഴുതണം. ദാറ്റ് ഈസ് നമ്മൾ കൊടുത്ത ഹീറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയായിട്ടാ? ഇന്റേണൽ എനർജി ആൻഡ് വർക്ക് ഡൺ ആയിട്ട് മാറുന്നു. വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് പറയുന്ന ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചിട്ട് വരെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കൂ, സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്? അതിന് ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, ആൻഡ് ഇലക്ട്രിക്കൽ ഹീറ്റർ സപ്ലൈസ് ഹീറ്റ് ടു ദ സിസ്റ്റം അല്ലേ, ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഡെൽറ്റ ക്യൂ ആണ്. ഡെൽറ്റ ക്യൂ എത്രയാണ് തന്നിട്ടുള്ളത്? 100 joules per second ആണ്. ഇഫ് ദ സിസ്റ്റം പെർഫോംസ് വർക്ക്, അപ്പോൾ വർക്കാണ് തന്നിട്ടുള്ളത്. സിസ്റ്റം എത്ര വർക്കാണ്? ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 75 joules per second എന്ന് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഇന്റേണൽ എനർജി ഇൻക്രീസ് എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇൻക്രീസ് ചെയ്ത ഇന്റേണൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ കയ്യിൽ ഇക്വേഷനിലെ യെസ് ഫസ്റ്റ് ലോ വെച്ച് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇതിൽ നിന്നും ഡെൽറ്റ യു കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആണ് അല്ലേ. ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഡെൽറ്റ ക്യൂ ഇസ് 100 മൈനസ് എത്രയാ? 75. സോ വി ഗെറ്റ് 25 joules per second ആണ്. അപ്പോൾ 25 joules per second എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മാർക്ക് ഫുള്ള് തന്നെ നമുക്ക് കിട്ടും, ഒരു മാർക്ക് പോലും കുറയില്ല. സോ വി ഗെറ്റ് 2 marks ആണ് കേട്ടോ. അടുത്തത് നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്. മിസ് ഈ ഒരു ക്വസ്റ്റ്യൻ മിസ് എപ്പോഴും തെർമോഡൈനാമിക്സ് ക്ലാസ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞതാണ് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പഠിക്കണം അല്ലേ. ഐസോതെർമൽ പ്രോസസ് എന്ന് വെച്ചാൽ എന്താ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയ തെർമോഡൈനാമിക് പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോതെർമൽ എന്ന് പറയുന്നത്. സോ അതിൻ്റെ വർക്ക് ഡൺ എല്ലാ പ്രാവശ്യവും കൂടുതലായിട്ടും അതിന് എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. എന്താണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? വർക്ക് ഈസ് ഈക്വൽ ടു NRT ലോഗ് അല്ലെ, NRT ലോഗ് V2/V1 അല്ലെങ്കിൽ 2.303 NRT ലോഗ് V2/V1 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ്റെ ഡെറിവേഷൻ ആണ് നിങ്ങൾ എഴുതേണ്ടത്. മിസ് ഡെറിവേഷൻ ചെയ്യുന്നില്ല, ഡെറിവേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നോക്കിയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവുമെന്ന് മിസ്സിന് അറിയാം. അടുത്തത് നോക്കൂ, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ ആൻ ഐസോകോറിക് പ്രോസസ്? ഐസോകോറിക് പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാലോ എന്താണ് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ നമ്മൾ ഇൻ്റഗ്രൽ PdV ആണ് ചെയ്യുന്നത്. ഐസോകോറിക് പ്രോസസ്സിൽ വോളിയം കോൺസ്റ്റൻ്റ് ആണ് അല്ലേ മക്കളെ, വോളിയം കോൺസ്റ്റൻ്റ് ആണ്. സോ ചേഞ്ച് ഇൻ വോളിയം 0 ആയിരിക്കും അല്ലേ. ചേഞ്ച് ഇൻ വോളിയം 0 ആണെങ്കിൽ വർക്ക് ഡണ്ണും എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വർക്ക് ഡണ്ണിൻ്റെ ഡെറിവേഷൻ ആണ് ഐസോകോറിക്. കാരണം എന്താ? ഒന്നുമില്ല, ഐസോകോറിക്കിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണല്ലേ. അത് ചോദിക്കാറുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. ഐസോകോറിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണെന്നും പഠിക്കുക. വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ ഐസോകോറിക് പ്രോസസ്സുകൾ എന്ന് പറയുന്നത് എന്നുകൂടെ മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഡിഫൈൻ ഐസോകോറിക് പ്രോസസ്. എന്താണ് മക്കളെ ഐസോകോറിക് പ്രോസസ്? തെർമോഡൈനാമിക് അല്ലെ, അറ്റ് വോളിയം കോൺസ്റ്റന്റ് ആകുന്ന തെർമോഡൈനാമിക് പ്രോസസ്
in which the volume is constant. അതിന്റെ ബാക്കി എല്ലാം ചേഞ്ച് ചെയ്യാം അല്ലേ, പ്രഷർ ചേഞ്ച് ചെയ്യാം, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാം, ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവും, എന്തും ഉണ്ടാവും. പക്ഷേ വോളിയത്തിൽ മാത്രം ചേഞ്ച് ഇല്ലാത്ത പ്രോസസ്സുകളെയാണ് നമ്മൾ ഐസോകോറിക് പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ദിസ് പ്രോസസ്? എപ്പോഴാണ് വർക്ക് ഡൺ? എന്താ ഓൾറെഡി നമ്മൾ പറഞ്ഞു, വർക്ക് ഡൺ ഈസ് 0 അല്ലേ, വർക്ക് ഡൺ 0 ആണ്. അപ്പോൾ വർക്ക് ഡൺ വെറുതെ 0 എന്ന് എഴുതിയാൽ പോരാ, അതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതെങ്ങനെയാണ് എന്നുള്ളത് കാണിക്കണം കേട്ടോ. അപ്പോൾ DW ഈസ് ഈക്വൽ ടു എന്താണ്, PdV ആണ്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ PdV ആണ്. സോ dV ഈസ് ഈക്വൽ ടു 0 ആയതുകൊണ്ടാണ് നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയത് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത്. കൃത്യമായിട്ട് എഴുതി കൊടുക്കണം കേട്ടോ. The variables which determines the thermodynamic behavior of a system are called thermodynamic variables. നമുക്കറിയാം അല്ലേ, ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തെർമോഡൈനാമിക് പ്രോസസ്സുകൾ അല്ലെങ്കിൽ തെർമോഡൈനാമിക് വേരിയബിൾസ് നോക്കിയാൽ മതി. എന്താ തെർമോഡൈനാമിക് വേരിയബിൾസ്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഒക്കെ പോലെയുള്ള ആൾക്കാരാണ് അല്ലേ. Pick out the one which is not an isothermodynamic variable. Thermodynamic variable അല്ലാത്തത് ആരാണെന്നാണ് ചോദിച്ചത്. ടെമ്പറേച്ചർ, പ്രഷർ, വർക്ക്, വോളിയം. ഇതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം വർക്കാണ് അല്ലേ, വർക്കാണെന്ന് മനസ്സിലാക്കാം. ഇനി വാട്ട് ഹാപ്പൻസ് ടു ദ ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ് ഡ്യൂറിങ് ഐസോതെർമൽ എക്സ്പാൻഷൻ? നമുക്കറിയാം ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ T കോൺസ്റ്റന്റ് ആണ് അല്ലേ. T കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്കറിയാം കൈനറ്റിക് എനർജി ഓഫ് ദ അല്ലെ, ടെമ്പറേച്ചറും കൈനറ്റിക് എനർജിയും ഇന്റേണൽ എനർജിയും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. കൈനറ്റിക് എനർജി വിൽ ബി കോൺസ്റ്റന്റ്. കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇന്റേണൽ എനർജിയും എന്തായിരിക്കും മക്കളെ? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് ഉണ്ടാവില്ല, ഇറ്റ് വിൽ ബി കോൺസ്റ്റന്റ്. ഇനി അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആണെങ്കിലോ? അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലാതെ അല്ലേ, ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലാത്ത പ്രോസസ്സുകളെയാണ് നമ്മൾ അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുക. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ് എക്സ്പാൻഷൻ ആകുമ്പോൾ എന്ത് സംഭവിക്കും? മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യും. സോ കൊളീഷൻസ് കുറയും അല്ലെ, മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊളീഷൻസ് കുറയും, അതായത് കൊളീഷൻസ് ഡിക്രീസ് ചെയ്യും അല്ലേ. കൊളീഷൻസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി വിൽ ഡിക്രീസ്. സോ ഇന്റേണൽ എനർജി അതായത് നമ്മുടെ യു വിൽ ഡിക്രീസ്. സോ ഡിക്രീസ് ആണ് ഇവിടെ വരിക കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഐസോതെർമൽ എക്സ്പാൻഷൻ ആണെങ്കിൽ ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് ഉണ്ടാവില്ല. ബട്ട് അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആണെങ്കിൽ ഇന്റേണൽ എനർജി കുറയാണ് ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ അഡിയബാറ്റിക് കംപ്രഷൻ ആണെങ്കിൽ എന്താ മക്കളെ സംഭവിക്കുക? അഡിയബാറ്റിക് കംപ്രഷൻ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇന്റേണൽ എനർജി വിൽ ഇൻക്രീസ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി നോക്കൂ, PV diagram of an ideal gas undergoes 4 different processes. ഏതൊക്കെയാ? നമ്മുടെ ഐസോതെർമൽ, അഡിയബാറ്റിക്, ഐസോബാറിക്, ഐസോകോറിക്. ഓക്കെ, റെഡി. ഇനി വിച്ച് ഡയഗ്രാം ഷോസ് അഡിയബാറ്റിക് പ്രോസസ് എന്നാണ് ചോദിച്ചത്. ഏതാണ് അഡിയബാറ്റിക് പ്രോസസ്? നമുക്കറിയാം അഡിയബാറ്റിക്കിന്റെ ഇക്വേഷൻ എന്താ? PV raised to gamma is equal to constant അല്ലെ. PV raised to gamma is equal to constant. ഇവിടെ നോക്കൂ, ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് അല്ലെ. 4th വൺ എന്ന് പറയുന്നത് പ്രഷറിൽ ചേഞ്ച് വരുന്നുണ്ടോ? നോക്കൂ, പ്രഷർ എത്രയാണ് വാല്യൂ അതന്നെയാണ്. സോ ദിസ് ഇസ് 4th വൺ എന്ന് പറയുന്നത് ഐസോബാറിക് ആണ് അല്ലേ. ഇനി നോക്കൂ, ഇവിടെ ഇതാകുമ്പോൾ വോളിയത്തിൽ വ്യത്യാസമൊന്നുമില്ല, വോളിയം മാറുന്നേയില്ല. സോ ദിസ് ഇസ് ഐസോകോറിക് ആണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ 2 ആൾക്കാരാണുള്ളത്, ദാറ്റ് ഇസ് 3 and 2. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതിൽ ഏറ്റവും കൂടുതൽ അല്ലെ, ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ആർക്കാണുള്ളത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഏതിനാണ് സ്ലോപ്പ് കൂടുതൽ? 2നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്ലെ, 2നെ അപേക്ഷിച്ചും 3യും നോക്കൂ, 2ഉം 3യും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏതിനാണ് കൂടുതൽ സ്ലോപ്പ് ഉള്ളതായിട്ട് കാണുന്നത്? 2നാണ് സ്ലോപ്പ് കൂടുതലായിട്ട് കാണുന്നത് അല്ലേ. അപ്പം 2നാണ് സ്ലോപ്പ് കൂടുതൽ. സോ 2 വിൽ ബി അഡിയബാറ്റിക്. ഓക്കെ, 2 വിൽ ബി അഡിയബാറ്റിക്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കാരണം PV raised to gamma ആണ്, മറ്റേത് PV is equal to constant ആണ് ഐസോതെർമൽ. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, സ്ലോപ്പ് ഏതിനാണോ കൂടുതൽ അതാണ് അഡിയബാറ്റിക് വരിക. സോ 2നാണ് സ്ലോപ്പ് കൂടുതൽ. സോ വി ക്യാൻ സേ ഏതാണ്? 2നാണ് കൂടുതലായിട്ട് എന്ത് വരുന്നത്? 2 ആണ് അഡിയബാറ്റിക് ആയിട്ടുള്ള പ്രോസസ് എന്ന് പറയാം. ഇൻ വിച്ച് ഓഫ് ദീസ് പ്രോസസ് വർക്ക് ഡൺ ഇസ് മാക്സിമം? ഏതിനാണ് വർക്ക് ഡൺ മാക്സിമം? വർക്ക് ഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു PV ഡയഗ്രത്തിന്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആണ് അല്ലേ. ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആണ് ഇത്. അപ്പോൾ നോക്കൂ, ഇതിൽ ഏറ്റവും കൂടുതൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഏതിനാണുള്ളത്? ഇതിന് അല്ലേ. ഇതിൻ്റെ അണ്ടറിലാണ് ഏറ്റവും കൂടുതൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഉള്ളത്. ദാറ്റ് ഇസ് 4th പ്രോസസ്. അതേതാ? പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് വിച്ച് ഇസ് ഐസോബാറിക്.
ഓക്കെ, ഐസോബാറിക് പ്രോസസ്സിനാണ് മാക്സിമം വർക്ക് ഡൺ ഉള്ളത്. ഇനി നോക്കൂ, 1 mole ഓഫ് ഐഡിയൽ ഗ്യാസ് എക്സ്പാൻഡ്സ് ഫ്രം വോളിയം V1 ടു വോളിയം V2 അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദിസ് വർക്ക് ഡൺ. അപ്പോൾ ഏതാണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലുള്ള തെർമോഡൈനാമിക് പ്രോസസ്സിന്റെ വർക്ക് ഡൺ ആണ്. അതായത് ഐസോതെർമലിന്റെ വർക്ക് ഡണ്ണിന്റെ ഡെറിവേഷൻ ആണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, ഐസോതെർമലിന്റെ ഡെറിവേഷൻ ആണ് എഴുതേണ്ടത്. സോ ഡെറിവേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ കൃത്യമായിട്ട് ആ ഡെറിവേഷൻ അവിടെ എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ, റെഡിയാണെന്ന് മിസ് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. A thermodynamic process is one which the thermodynamic variables PVT changes. Name the thermodynamic process in which PV raised to gamma is equal to constant. മിസ് എപ്പോഴും പറയുന്നുണ്ട് അല്ലേ, ഗാമ വന്നാൽ അത് ഏതാണ്? അഡിയബാറ്റിക് ആണ്. സോ ദിസ് ഈസ് ആൻ അഡിയബാറ്റിക് പ്രോസസ്. ഓക്കെ, ദിസ് ഈസ് ആൻ അഡിയബാറ്റിക് പ്രോസസ് എന്ന് മനസ്സിലായി. ഇനി നോക്കൂ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലേ. എത്ര പ്രാവശ്യമാണ് റിപ്പീറ്റഡ് ആയിട്ട് ഫസ്റ്റ് ലോ ചോദിച്ചിരിക്കുന്നത് നോക്കൂ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പ്രോബ്ലം ആണ്. എന്താണ് അത് കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്ത് കൊടുക്കുക, ഇക്വേഷൻ എഴുതി കൊടുക്കുക. Derive an expression for the work done in an adiabatic process. വളരെ റെയർ ആയിട്ട് ചോദിക്കുന്നതാണ്. കൂടുതലും ഐസോതെർമൽ ആണ് ചോദിക്കാറ്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അഡിയബാറ്റിക് ചോദിക്കും. ഭാഗ്യമില്ലാതിരിക്കാൻ വേണ്ടി മിസ് പ്രാർത്ഥിക്കാം. അഡിയബാറ്റിക് ചോദിക്കാതിരിക്കുന്നത് തന്നെയാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. ഐസോതെർമൽ ചോദിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ എന്നാൽ കൂടി അഡിയബാറ്റിക് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ. എന്താണ് അഡിയബാറ്റിക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? NR by gamma minus 1 into T1 minus T2. T1 minus T2 ഇതാണ് ഇക്വേഷൻ കേട്ടോ. NR ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു T1 മൈനസ് T2 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ്റെ ഡെറിവേഷൻ ആണ് നമുക്കുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. വളരെ ഈസി ഡെറിവേഷൻ തന്നെയാണ്, വലിയ സംഭവമുള്ള ഡെറിവേഷൻ ഒന്നുമല്ല. എന്നാൽ കൂടെ പഠിച്ചു വെച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഡെറിവേഷൻ മിസ് ചെയ്യില്ല കേട്ടോ. ഓക്കെ, ഇനി ഇതാ ഒരു ചേരുംപടി ചേർക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഐസോബാറിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മക്കളെ? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. നമുക്കറിയാം അല്ലേ, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിന്റെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്താ? P ഇൻറ്റു V2 മൈനസ് V1. ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ നമുക്കറിയാം തെർമൽ ആണ്. സോ ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ അല്ലേ, RT log V2 by V1. അഡിയബാറ്റിക് ആണെങ്കിലോ നോ ഹീറ്റ് എക്സ്ചേഞ്ച് ആണ്. ഇക്വേഷൻ ഇത് തന്നെയാണ്. ഇതിനെ ഇതുപോലെ ചേരുംപടി ചേർത്താൽ എത്രയാണ് മാർക്ക് മക്കളെ? 3 മാർക്ക്. അപ്പോൾ 3നും ഓരോ മാർക്കാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന മാർക്കാണ്. അപ്പോൾ ആരും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് നോക്കൂ, മേയേഴ്സ് റിലേഷൻ. മേയേഴ്സ് റിലേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. CP മൈനസ് CV is equal to R ആണ് അല്ലേ. ഐസോതെർമൽ പ്രോസസ് എന്താ? PV is equal to കോൺസ്റ്റന്റ് ആണ് നമ്മുടെ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്. അഡിയബാറ്റിക് പ്രോസസ് മിസ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, PV raised to gamma is equal to കോൺസ്റ്റന്റ് മാത്രമല്ല, ഗാമ എവിടെയുണ്ടോ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ TV raised to ഗാമ മൈനസ് 1 കോൺസ്റ്റന്റ് ആണ്. അബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചറിനെയാണ് നമ്മുടെ ലോർഡ് കെൽവിൻ അല്ലെ, കെൽവിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എത്ര പെട്ടെന്നാണ് മിസ് ചെയ്ത് നോക്കുക. അത്രയും പെട്ടെന്ന് എൻ്റെ മക്കളും ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വളരെ കൂടുതൽ സമയത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് പരീക്ഷയുടെ സമയമൊക്കെ വളരെ കൂടുതലായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് അടിച്ച് അയ്യോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് സമയമൊന്നും തികയാതെ വരിക. അപ്പോൾ ഫുള്ളി കോൺഫിഡൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൂടുതൽ സമയം കിട്ടുന്നത് പോലെ നമുക്ക് തോന്നും കേട്ടോ. ഇനി PV diagram of a gas is shown in the figure. In this figure AB represents isobaric process, AD represents isothermal. അപ്പോൾ ഒരു ഐസോബാറിക് പ്രോസസ്സും ഐസോതെർമൽ പ്രോസസ്സാണ്. അപ്പോൾ ഇതാണ് AB, അതായത് AB ആണ് ഐസോബാറിക്, AD ആണ് നമ്മളുടെ ഐസോതെർമൽ. ഓക്കെ, ദിസ് ഇസ് ഐസോബാറിക്, ദിസ് ഇസ് ഐസോതെർമൽ. ഓക്കെ, സെറ്റ്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്ലെയിൻ ഐസോബാറിക് പ്രോസസ് ആൻഡ് ഐസോതെർമൽ പ്രോസസ്. നിങ്ങൾ തന്നെ പറഞ്ഞു ഐസോബാറിക് പ്രോസസ് എന്താ. അപ്പം മിസ് ഇങ്ങനെ പറയുമ്പോൾ വേഗം നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ എഴുതുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വേർഡ്സിൽ എഴുതിക്കണമല്ലോ. ഐസോബാറിക് പ്രോസസ് ഇസ് ദ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആൻഡ് ദി അതർ വേരിയബിൾസ് ചേഞ്ചസ് എന്ന് കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. അപ്പോൾ ഇവിടെ പ്രഷറാണ് കോൺസ്റ്റന്റ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മിസ് എഴുതുകയാണ്. പ്രഷർ കോൺസ്റ്റന്റ്. ഐസോതെർമൽ ആണെങ്കിൽ ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്. അപ്പോൾ കൃത്യമായിട്ട് അത് വേർഡ്സിൽ തന്നെ എഴുതി കൊടുക്കണം. വേർഡ്സിൽ എഴുതി കൊടുത്താൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ചുമ്മാ T is equal to കോൺസ്റ്റന്റ് എന്ന് മാത്രം എഴുതി കൊടുക്കരുത് കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ. ഇൻ ദ എബവ് ഗ്രാഫ് ഫൈൻഡ് ദ പ്രോസസ് ഇൻ വിച്ച് ദ വർക്ക് ഡൺ ഈസ് മാക്സിമം ഗീവ് ദ റീസൺ. നമുക്കറിയാം ഒരു PV ഡയഗ്രാം തരികയാണെങ്കിൽ അതിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
വർക്ക് ഡൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഉള്ളത് നിങ്ങൾക്കറിയാം. നോക്കൂ, ഈ AD ആണെങ്കിൽ ഇത്രയും ഉള്ളൂ അല്ലേ, ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഇത്രയാണുള്ളത് അല്ലേ. AB ആണെന്നുണ്ടെങ്കിൽ എന്താ, ഈ ഒരു ഏരിയയും കൂടെ കൂടും അല്ലേ, ഈ ഒരു ഏരിയയും കൂടെ കൂടും അല്ലേ, ഇത് മൊത്തത്തിലാണ് വരിക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്തിൻ്റെ ഇടയിലാണ്, ABൻ്റെ അണ്ടറിലാണ്. അതായത് ഐസോബാറിക്കിനാണ് മാക്സിമം എന്തുള്ളത്, വർക്ക് ഡൺ. ഓക്കെ, അപ്പോൾ മാക്സിമം വർക്ക് ഡൺ ഉള്ളത് ആർക്കാണെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഐസോബാറിക്കിനാണ് കേട്ടോ മക്കളെ, ഐസോബാറിക്. അടുത്ത് നോക്കൂ, 3 moles of an ideal gas kept at constant temperature of 300 Kelvin and compressed from volume 10 liter to 5 liter. ഓക്കെ, അപ്പോൾ എന്താണ് തന്നിട്ടുള്ളത് നോക്കൂ, 3 മോൾ അല്ലെ, നമ്പർ ഓഫ് മോൾസ് 3 മോളാണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ 300 കെൽവിൻ. ഓക്കെ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. അപ്പോൾ ഐസോതെർമലാന്ന് മനസ്സിലായി. വോളിയം എന്ന് പറയുന്നത് 10ൽ നിന്നും 5ആയി. അതായത് V1 എന്ന് പറയുന്നത് 10 ലിറ്റർ ആൻഡ് V2 എന്ന് പറയുന്നത് 5 ലിറ്ററിലേക്കാണ് ഇത്. അപ്പോൾ ഇത് കംപ്രഷൻ ആണ് കേട്ടോ. 10 ലിറ്ററിൽ നിന്ന് 5 ലിറ്റർ. അപ്പോൾ കംപ്രഷൻ അല്ലേ, വോളിയം കുറയാണ് ചെയ്തത്, കംപ്രഷൻ. Which thermodynamic process involved in this process? Very easy. Temperature constant. So this is isothermal. Easy അല്ലേ. അപ്പോൾ ഓരോ വേർഡ്സും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൽ ഓരോ വേർഡുകളും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഐസോതെർമൽ ആണ്. Calculate the work done required to compress the gas. എന്താ നമ്മുടെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ മക്കളെ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 2.303 nRT log V2 by V1. That is equal to 2.303. n എത്രയാ? നമ്പർ ഓഫ് മോൾസ് 3 ആണ്. 8.314 ആണ് നമ്മളുടെ റിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 ആണ്. ലോഗ് V2 എന്ന് വെച്ചാൽ 5 ആണ്. V1 എന്ന് വെച്ചാൽ 10 ആണ്. സെറ്റാണോ? അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ആയുധം കയ്യിലെടുക്കുകയാണ് നമ്മൾ. അതായത് നമ്മളുടെ ആരാണ്? യെസ്, ഇത്രയും നേരമായിട്ട് മിസ്സിന് ഈ സാധനം എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നോക്കിക്കോ, 2.303 ഇൻറ്റു 3 ഇൻറ്റു 8.314 into 300 into log എത്രയാ? 5/10 എന്ന് വെച്ചാൽ 1/2 ആണ് കേട്ടോ. 5 divided by 10. ഓക്കെ, എത്രയാ മിസ്സിന് കിട്ടിയെന്നറിയോ? -5187.47 ജൂൾസ് എന്ന് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. 5100. നോക്കൂ, മൈനസ് കിട്ടി. മൈനസ് എന്തുകൊണ്ടാണ്? കംപ്രഷനാണ് അല്ലെ. കംപ്രഷൻ എന്ന് വെച്ചാൽ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം അല്ലെ. ഓൺ ദ സിസ്റ്റം ആകുമ്പോഴാണ് കംപ്രഷൻ. അപ്പോൾ ഓൺ ദ സിസ്റ്റം ഇസ് നെഗറ്റീവ്. അപ്പോൾ കറക്റ്റ് അല്ലേ? -5187.47 എന്ന് കിട്ടി, വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. PV ഡയഗ്രാം ഓഫ് എ കാർനോട്ട് എഞ്ചിൻ. മിസ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് PV ഡയഗ്രാം ചോദിക്കും അല്ലേ. യെസ്, ഇതാണ് നമ്മുടെ കാർനോട്ട് സൈക്കിൾ അഥവാ അതിൻ്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം, PV ഡയഗ്രാം, കാർനോട്ട് സൈക്കിൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനത്തിനെയാണ് കേട്ടോ വരച്ചു കൊടുക്കേണ്ടത്. വാട്ട് ആർ ദ 4 തെർമോഡൈനാമിക് പ്രോസസ്? മിസ്സിന് ഓർമ്മ വരണം. അപ്പം എന്താ? IA ആണ് ഓർമ്മ വരേണ്ടത്. അതായത് ഐസോതെർമൽ അല്ലേ, ഐസോതെർമൽ എക്സ്പാൻഷൻ. ആദ്യം എക്സ്പാൻഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഐസോതെർമൽ എക്സ്പാൻഷൻ, ദെൻ IA എന്ന് എഴുതി വയ്ക്കുക. ഇനി അഡിയബാറ്റിക് expansion, then isothermal compression അല്ലേ, isothermal compression, then adiabatic compression. ഇതാണ് കൃത്യമായിട്ട് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. ഈ 4 പ്രോസസ്സുകൾ ഒരിക്കലും മറക്കരുത്. കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിട്ട് പോകണം കേട്ടോ. റൈറ്റ് ദ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് ദ കാർനോട്ട് സൈക്കിൾ. എന്താ എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ? വേറെ ഒന്നുമല്ല, വളരെ ഈസിയാണ്. ഈറ്റ ഈസ് ഈക്വൽ ടു 1 - T2/T1. ഓക്കെ, ഈറ്റ ഈസ് ഈക്വൽ ടു 1 - T2/T1. ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി, ഡെറിവേഷൻ ചോദിച്ചിട്ടില്ല. സോ ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ എഴുതി കൊടുക്കുക. പ്രത്യേകം മറക്കരുത് മക്കളെ, IA. ഇനി ഒരു കാര്യം കൂടെ മിസ് പറയാം. ഇതിനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? P1 V1 T1. ഇവിടെയോ P2 V2 T1. അതൊന്ന് മാർക്ക് ചെയ്യാൻ പഠിക്കണം കേട്ടോ. P3 V3 T2. ഇവിടെ എന്താ? P4 V4 T2. ഓക്കെ, ഇത് കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിക്കുക. AB എന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ അല്ലേ. അത് കഴിഞ്ഞ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ, കംപ്രഷൻ കൃത്യമായിട്ട് പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് എന്ത് എനർജി ടു എന്ത് എനർജിയാണ് നമുക്കറിയാം. ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു കാർനോട്ട് എഞ്ചിൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കുക, അയ്യോ ഹീറ്റ് എഞ്ചിൻ ഡിലീറ്റഡ് അല്ലേ മിസ് എന്ന് ചോദിക്കരുത്. ഹീറ്റ് എഞ്ചിൻ ഒരു കാർനോട്ട് എഞ്ചിൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ് ഹീറ്റ് എനർജീനെ എന്താക്കിയാണ് മക്കളെ മാറ്റുന്നത്, മെക്കാനിക്കൽ എനർജി ആക്കിയാണ് മാറ്റുന്നത്. അപ്പോൾ ആ ഒരു ഹീറ്റ് കൺവേർഷൻ, അവിടുത്തെ എനർജി കൺവേർഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഹീറ്റ് എനർജീനെ എന്താക്കിയാണ് മാറ്റുന്നത്, മെക്കാനിക്കൽ എനർജി ആക്കിയാണ് മാറ്റുന്നത് കേട്ടോ. ഇനി നോക്കൂ, നെയിം ദ 4 പ്രോസസ്സസ് ടേക്കിംഗ് പ്ലേസ്. ഏതാണ്, IIE. ഓക്കെ, IIE ആണ്. ഡ്രോ ദ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. അതായത് മിസ് നേരത്തെ വരച്ച ഗ്രാഫിനെ വരച്ചുകൊണ്ടാണ് നിങ്ങൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ത് ചെയ്യേണ്ടത്, വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ മിസ് ഇവിടെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഓൾറെഡി വരച്ചതുകൊണ്ട് അതിൽ ഞാൻ അടയാളപ്പെടുത്തി തന്നിരുന്നു. PV ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത്. അപ്പം ഈ ഒരു ഡയഗ്രാം വരച്ചതിന് ശേഷം ഈ 4 പ്രോസസ്സുകളാണ് ഇവിടെ കൃത്യമായിട്ട് എഴുതി കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഷുവർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി മിസ് എടുത്തിട്ട് വന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് പഠിക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എൻ്റെ മക്കൾ ഷെയർ ചെയ്തു. ഈ ഒരു അവസാന നിമിഷത്തിൽ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻസ് കണ്ട് പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. അത് അടിപൊളിയായിട്ട് പഠിക്കുക. പുതിയൊരു ചാപ്റ്ററിൻ്റെ ഇതുപോലെ ഓരോ ചാപ്റ്ററിൻ്റെയും ഷോർട്ട് ക്വസ്റ്റ്യൻസും ട്രിക്സും ടിപ്സും ഒക്കെ ആയിട്ട് മിസ് വരുന്നതായിരിക്കും. അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ. നമുക്ക് പരീക്ഷ അടിച്ചു പൊളിക്കാം.